DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മാർച്ച് 17 ചൊവ്വ. ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, സംസ്ഥാനത്ത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി താഴ്ന്നുകൊണ്ടിരുന്ന സ്വർണ്ണവില ഇന്ന് ഉയർന്നിരിക്കുകയാണ്. പവന് 880 രൂപയാണ് വർദ്ധിച്ചത്. 1,16,320 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ ഇന്നത്തെ വില. ഗ്രാമിന് ആനുപാതികമായി 110 രൂപയാണ് വർദ്ധിച്ചത്. 14,540 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ ഇന്നത്തെ വില. അടുത്തറിയിപ്പ്, 2026-27 സാമ്പത്തിക വർഷത്തേക്ക് ഫാസ്ടാഗ് വാർഷിക പാസിന്റെ വില 3,075 രൂപയായി ഉയർത്താൻ ദേശീയപാത അതോറിറ്റി തീരുമാനിച്ചിരിക്കുകയാണ്. സ്വകാര്യ വാണിജ്യേതര വാഹന ഉടമകൾക്ക് വേണ്ടിയുള്ള ഈ പാസ് രാജ്മാർഗ് യാത്രാ ആപ്പ് വഴിയോ NHAI വെബ്സൈറ്റ് വഴിയോ വാങ്ങാവുന്നതാണ്. ഈ ഭേദഗതി 2026 ഏപ്രിൽ 1 മുതലാണ് പ്രാബല്യത്തിൽ വരിക. ഇപ്പോൾ ഫാസ്ടാഗ് വാർഷിക പാസിന്റെ വില 3,000 രൂപയാണ്. അടുത്തറിയിപ്പ്, പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങളെ തുടർന്ന് രാജ്യത്ത് ഇന്ധനക്ഷാമം ഉണ്ടാകുമെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുകയാണ്. രാജ്യത്ത് പെട്രോൾ, ഡീസൽ, LPG എന്നിവയുടെ ആവശ്യത്തിന് മതിയായ സ്റ്റോക്ക് ഉണ്ടെന്നും ഒരിടത്തും ഇന്ധനക്ഷാമം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും പെട്രോളിയം മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. രാജ്യത്തെ എല്ലാ റിഫൈനറികളും പൂർണ്ണശേഷിയിലാണ് പ്രവർത്തിക്കുന്നതെന്നും പെട്രോൾ പമ്പുകൾ സാധാരണ നിലയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും പെട്രോളിയം മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ അറിയിച്ചു. പൈപ്ഡ് നാച്ചുറൽ ഗ്യാസ് അഥവാ PNG, CNG വിതരണം 100% തടസ്സമില്ലാതെ തുടരുന്നുണ്ടെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. അടുത്തറിയിപ്പ്, സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയുടെ 2ാം ഗഡു വിതരണം അടുത്തുതന്നെ ആരംഭിക്കുന്നതാണ്. പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ ഏകദേശം 10 ലക്ഷത്തോളം ഗുണഭോക്താക്കൾക്കാണ് ധനസഹായം ലഭിച്ചിരുന്നത്. എന്നാൽ 2ാം ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ 18 ലക്ഷത്തോളം ഗുണഭോക്താക്കൾക്ക് ഈ ആനുകൂല്യം ലഭിക്കും. തിരഞ്ഞെടുപ്പിന് മുൻപായി അപേക്ഷ സമർപ്പിച്ച എല്ലാവർക്കും കുറഞ്ഞത് 1 ഗഡുവെങ്കിലും എത്തിക്കാനാണ് സർക്കാരിന്റെ തീരുമാനം. ഇതിനായി വെരിഫിക്കേഷൻ നടപടികൾ അതിവേഗത്തിലാണ് പൂർത്തിയാക്കുന്നത്. പുതുതായി അപേക്ഷ സമർപ്പിക്കുന്നവർക്ക് ഒരാഴ്ചക്കുള്ളിൽ തന്നെ വെരിഫിക്കേഷൻ പൂർത്തിയാക്കി അപ്രൂവൽ ലഭിക്കുന്ന രീതിയിലാണ് നിലവിലെ ക്രമീകരണങ്ങൾ. ഈ മാസം സ്ത്രീ സുരക്ഷാ പെൻഷൻ വിതരണം ചെയ്യുമ്പോൾ നേരത്തെ തുക ലഭിച്ചവർക്ക് ഇത് 2ാം ഗഡുവായും പുതുതായി അപ്രൂവൽ ലഭിച്ചവർക്ക് ഇത് 1ാം ഗഡുവായും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ടെത്തും. സ്ത്രീ സുരക്ഷാ പെൻഷന്റെ അടുത്ത ഗഡു വിതരണം മുന്നറിയിപ്പൊന്നുമില്ലാതെ തന്നെ എപ്പോൾ വേണമെങ്കിലും അക്കൗണ്ടിലേക്ക് എത്തിച്ചേരാവുന്നതാണ്. അടുത്തറിയിപ്പ്, PM കിസാൻ സമ്മാൻ നിധിയുടെ 22ാം ഗഡു മാർച്ച് 13 പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിതരണോദ്ഘാടനം നിർവഹിച്ചിരുന്നു. എങ്കിലും ചില സാങ്കേതിക കാരണങ്ങളാൽ കേരളത്തിലെ ഭൂരിഭാഗം കർഷകർക്കും അന്ന് തുക ലഭിച്ചിരുന്നില്ല. SBI, ഫെഡറൽ ബാങ്ക്, യൂണിയൻ ബാങ്ക് തുടങ്ങിയ പ്രമുഖ ബാങ്കുകളിൽ അക്കൗണ്ട് ഉള്ളവർക്കാണ് തുക ക്രെഡിറ്റ് ആകാത്തത്. തുടർന്നു വന്ന ദിവസങ്ങളിലും 2ാം ശനിയാഴ്ചയും ഞായറാഴ്ചയും ആയതിനാൽ ബാങ്ക് ഇടപാടുകൾക്ക് തടസ്സമുണ്ടായി. എന്നാൽ ഇന്നലെ മുതൽ കർഷകരുടെ അക്കൗണ്ടിലേക്ക് തുക ക്രെഡിറ്റ് ആയിട്ടുണ്ട്. ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്തുണ്ടായ ചില സാങ്കേതിക തകരാറുകൾ പരിഹരിച്ചതായും നിലവിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, യൂണിയൻ ബാങ്ക്, ഫെഡറൽ ബാങ്ക് തുടങ്ങിയ ബാങ്കുകളിലും പോസ്റ്റ് ഓഫീസ് അക്കൗണ്ടുകളിലും തുക ക്രെഡിറ്റായി തുടങ്ങിയെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഇന്നലെ മുതൽ തുക അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയവർ അക്കാര്യം ഒന്ന് കമന്റ് ചെയ്യുക. വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.